ദേഷ്യപ്പെട്ടു പോയ അവന്തികയെ രേഷ്മ പിടിച്ചു നിർത്തി. അവന്തിക, എന്താ ഇവിടെ നടക്കുന്നേ? അവന്തിക രേഷ്മയോടൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. രേഷ്മ അവളെ തിരിച്ചു നിർത്തി. സത്യം പറ, നിങ്ങൾക്കിടയിൽ എന്താ നടന്നേ? എന്തിനാ അഭിയേട്ടൻ നിന്നോട് സോറി പറഞ്ഞേ? ഒന്നുമില്ലടി, അയാൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞതാ. അവന്തിക ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഒന്നുമില്ലെന്നോ? അത് ചുമ്മാ. അവന്തിക, നീ എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ട്. സത്യം പറ, അഭിയേട്ടൻ നിന്നെ പ്രപ്പോസ് ചെയ്തോ? രേഷ്മ അവന്തികയുടെ മുഖമൊന്ന് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. രേഷ്മയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി എന്ന് കണ്ട അവന്തിക അവളോട് സത്യം പറയാൻ തീരുമാനിച്ചു. അവന്തിക ഒന്ന് തലയാട്ടിക്കൊണ്ട് രേഷ്മ പറഞ്ഞത് സത്യമാണെന്ന് അറിയിച്ചു. ഇതൊക്കെ എപ്പോ? എന്നിട്ട് നീ ഇതെന്താ എന്നോട് പറയാതിരുന്നത്? അവന്തിക നടന്ന കാര്യങ്ങൾ വിശദമായി രേഷ്മയോട് പറഞ്ഞു. വെറുതെ അല്ല നീ അന്ന് തലവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയത്. രേഷ്മ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു നിന്നു. കേട്ടത് വെച്ച് നോക്കുമ്പോൾ അഭിയേട്ടൻ നല്ല റൊമാൻറ്റിക്കാ. എടി, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാ. രേഷ്മ അവന്തികയെ കളിയാക്കി പറഞ്ഞു. അവന്തിക രേഷ്മയെ ഒന്ന് തുറച്ചു നോക്കി. രേഷ്മ, നിനക്കിത് തമാശ. എനിക്കങ്ങനെയല്ല. മാച്ചാണ് പോലും. എന്ത് മാച്ച്? ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ചുമ്മാ. എന്നെപ്പറ്റി അയാൾക്ക് എന്തറിയാം? ഒരു ദിവസം ഒന്ന് കണ്ടെന്ന് വെച്ച് പ്രണയം പെട്ടെന്ന് വരുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതൊന്നും പ്രണയമല്ല, ചുമ്മാ ഒരു നേരം പോക്ക്. അല്ലാതെന്താ? അവന്തികയുടെ സ്വരത്തിൽ ദേഷ്യമുണ്ടെന്ന് രേഷ്മയ്ക്ക് മനസ്സിലായി. എൻ്റെ പൊന്നു മോളെ, ഒരു ദിവസം കൊണ്ടല്ല, ഒരു സെക്കൻഡ് കൊണ്ട് പോലും പ്രണയം ഉണ്ടാവും. അതങ്ങനാ. പിന്നെ നീ പറഞ്ഞില്ലേ അയാളെപ്പറ്റി ഒന്നും അറിയില്ല എന്ന്? അതിനല്ലേ അഭിയേട്ടൻ ഫ്രണ്ട്സ് ആവാമെന്ന് പറഞ്ഞത്? അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യമോ? നീ എന്താ ഈ പറയുന്നേ രേഷ്മ? എടി, ഫ്രണ്ട്സ് ആകുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയില്ലേ? എന്നിട്ടും നിനക്ക് ഓക്കെ അല്ലെങ്കിൽ അഭിയേട്ടൻ പിന്നെ ശല്യം ചെയ്യാൻ വരില്ലെന്നും പറഞ്ഞില്ലേ? വേറെ ആരെങ്കിലും ഇങ്ങനെ പറയൂടി? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഏറെക്കുറെ പേരും അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കാനേ നോക്കൂ. അവിടെ ആ പെണ്ണിൻ്റെ കംഫോർട്ട് സോണൊന്നും ആരും നോക്കില്ലടി. പക്ഷേ അഭിയേട്ടൻ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. രേഷ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവന്തികയ്ക്ക് തോന്നി. എടി, പക്ഷേ എൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ല. പഠിക്കണം, ഒരു ജോലി വാങ്ങണം, ഫിനാൻഷ്യലി എൻ്റെ അച്ഛനെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അതിന് എൻ്റെ മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാവരുത്. അവന്തിക ആകെ അസ്വസ്ഥയായി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം നിശബ്ദയായി നിന്നു. അവന്തിക, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുമല്ല, കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നീ അയാളെ പ്രേമിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ഫ്രണ്ട്സ്, അത് മതി. ലാസ്റ്റ് നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കരിയറും സെറ്റാകും, അഭിയേട്ടനെ മനസ്സിലാക്കാനും പറ്റും. പിന്നീട് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാമല്ലോ. അവന്തികയുടെ മുഖം വാടിയിരുന്നു. അവളുടെ നിസ്സഹായത രേഷ്മയെ വേദനിപ്പിച്ചു. അവന്തിക, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ഇപ്പോൾ ഒന്ന് കൂളാവ്. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. രേഷ്മ അവളെ കൂട്ടി ക്ലാസ്സിലോട്ട് പോയി. അതേസമയം വളരെ നിരാശയോടെ അഭി ക്ലാസ്സിൽ വന്നു. അവനെ കണ്ട മനുവും വൈശാഖും അവൻ്റെ അടുത്ത് ചെന്നു. നീ ഇതെവിടെയായിരുന്നു? അവന്തികയുടെ അടുത്ത്. അല്ലാതെ എവിടെ പോകാനാ? അഭിയെ കണ്ട വിദ്യ ഒന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ഒപ്പം ആതിരയും ഉണ്ടായിരുന്നു. അത് ശരിയാ. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു പ്രിയതമനോട്? വൈശാഖ് അഭിയെ കളിയാക്കി ചോദിച്ചുവെങ്കിലും ആ ചോദ്യം അവൻ്റെ നിരാശ വീണ്ടും കൂട്ടിയിരുന്നു. അഭി ഒന്നും മിണ്ടാതെ അവൻ മെല്ലെ ബെഞ്ചിൽ വന്നിരുന്നു. അഭിയുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച മനു അവനോട് കാര്യം തിരക്കി. എന്തു പറ്റിയടാ? നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? എടാ, എത്ര ശ്രമിച്ചിട്ടും അവൾ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അവൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അവളെ ശല്യം ചെയ്യില്ലെന്നും പറഞ്ഞു. പക്ഷേ അവൾ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ പോയി. ഇനി എന്താടാ ഞാൻ ചെയ്യണ്ടേ? അഭി തൻ്റെ സങ്കടം കടിച്ചമർത്തി. മനു അവനെ ചേർത്ത് നിർത്തി. ഇതിനാണോ നീ വിഷമിച്ചിരിക്കുന്നേ? കഷ്ടം. എടാ, അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ വേറെ നോക്കുമോനെ. വൈശാഖിൻ്റെ വാക്കുകൾ അവർക്കാർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ അവനെ നോക്കി. അവരുടെ നോട്ടത്തിൽ തന്നെ ദഹിപ്പിക്കാനുള്ള ദേഷ്യമുണ്ടെന്ന് വൈശാഖിന് തോന്നി. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. പരുങ്ങിയ സ്വരത്തിൽ വൈശാഖ് പറഞ്ഞു. എടാ, അതിന് നിന്നെപ്പോലെയല്ല അവൻ. ഒരു ചുള്ളിക്കമ്പി സാരി ചുറ്റിയാൽ പോലും നീ അതിൻ്റെ പിന്നാലെ പോകും.
വൈശാഖിനെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും വിദ്യ പാഴാക്കിയിരുന്നില്ല. എന്നാൽ തന്നെക്കുറിച്ച് വിദ്യ പറഞ്ഞത് വൈശാഖിന് ക്ഷമിക്കാനായില്ല. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. നിന്നോട് ഇവിടെ ആരും ഒന്നും ചോദിച്ചില്ല. നീ നിന്റെ കാര്യം നോക്കി പോടി. നീ പോടാ. നിന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണോ എനിക്കെന്തെങ്കിലും പറയാൻ? അവളും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതും കൂടി ആയപ്പോൾ വൈശാഖിന്റെ ശബ്ദത്തെ അവന് നിയന്ത്രിക്കാനായില്ല. അവൻ അവളുടെ നേരെ അലറി. വിദ്യേ, നീ നിർത്തിക്കോ. കുറച്ച് നാളായി നീ ഇത് തുടങ്ങിയിട്ട്. ഇനി ഞാൻ ചുമ്മാ ഇരിക്കില്ല, കേട്ടല്ലോ. നീ എന്തു ചെയ്യും? പറയടാ, നീ എന്തു ചെയ്യുന്നു? വിദ്യയും വൈശാഖും അടികൂടുന്നത് സഹിക്കാനാവാതെ അഭി ബെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റു. രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? അഭിയുടെ ശബ്ദം അവരെ ഭയപ്പെടുത്തി. അവൾ എന്നെ മനസ്സിലാക്കാത്തതിൻ്റെ വിഷമത്തിലിരിക്കുക ഞാനിവിടെ. അപ്പോഴാ രണ്ടെണ്ണത്തിൻ്റെ അടി. ശരിക്കും നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനിങ്ങനെ കണ്ട അടി ഉണ്ടാക്കുന്നേ? അഭിയുടെ ചോദ്യം വിദ്യയെ വേദനിപ്പിച്ചു. സോറിടാ, നിന്റെ വിഷമം അറിയാഞ്ഞിട്ടല്ല. ഇവൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതൊക്കെ പോട്ടെ. നീ ഇപ്പോൾ എന്തിനാ വിഷമിക്കുന്നേ? അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്, റെഡിയാകുമിടാ. ആതിരയും വിദ്യയെ അനുകൂലിച്ചുകൊണ്ട് അഭിയോട് പറഞ്ഞു. അതേടാ, വിദ്യ പറഞ്ഞതുപോലെ അവന്തികയ്ക്ക് കുറച്ച് സമയം കൊടുക്ക്. അവൾ ആലോചിക്കട്ടെ, നമുക്ക് നോക്കാം. ആതിരയും വിദ്യയും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അഭി അവർ പറഞ്ഞതുപോലെ കാത്തിരിക്കാമെന്ന് മനസ്സിലുറപ്പിച്ചു. അവൻ ഒരു നെടുവീർപ്പോടെ നിന്നു. അഭി, നിന്റെ സ്നേഹം സത്യമാടാ. അതുകൊണ്ട് അവൾ നിനക്കുള്ളത് തന്നെയാ. നീ നോക്കിക്കോ. മനു അവനെ ഒന്ന് ഉലച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഒരു സ്റ്റഡിയിൽ അവന്തിക അങ്ങനെ പെട്ടെന്ന് വളയുന്ന ടൈപ്പല്ല. അതുകൊണ്ട് നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമോനെ. നിങ്ങൾ ഒന്നിക്കാനാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. വൈശാഖും അഭിക്ക് ആത്മവിശ്വാസം നൽകി. വൈശാഖിൻ്റെ വാക്കുകൾക്കതീതമായി വിദ്യ മറ്റെന്തോ പറയാൻ വന്നപ്പോഴേക്കും അഭി വിദ്യയെ ഒന്ന് നോക്കി. അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ വാ പൊത്തി നിന്നു. അത് കണ്ട വൈശാഖിനടക്കം മറ്റെല്ലാവർക്കും ചിരി വന്നിരുന്നു. അഭി കോളേജിൽ നിന്നും തൻ്റെ വീട്ടിൽ വന്നപ്പോൾ അനുശ്രീയും ആനന്ദും സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചായ കുടിക്കുകയായിരുന്നു. അഭിയെ കണ്ടതും അനുശ്രീ അവനോട് പറഞ്ഞു. മോൻ വന്നോ? നീ ഇവിടെ ഇരിക്കെ, അമ്മ ചായ എടുത്തുകൊണ്ട് വരാം. അഭിയോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം അനുശ്രീ അവനു വേണ്ടി ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. ചായ കുടിച്ചുകൊണ്ടിരുന്ന ആനന്ദ് അഭിയെ ഒന്ന് നോക്കിയ ശേഷം കുറച്ച് ഗൗരവത്തിൽ പറയാനായി തുടങ്ങി. അഭി, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് ദിവസമായി നീ ലോകത്തെങ്ങും ഇല്ലാത്തതുപോലെയാ നടക്കുന്നേ. എന്താ കാര്യം? ആനന്ദ് ചോദിച്ചത് കേട്ട് അഭി ഒന്ന് പതറി. അവനിലുണ്ടായ പരിഭ്രമം ആനന്ദ് ശ്രദ്ധിച്ചിരുന്നു. ഏയ്, പ്രശ്നമൊന്നുമില്ല അച്ഛാ. ആനന്ദിൻ്റെയും അഭിയുടെയും സംസാരം അടുക്കളയിൽ നിന്നുകൊണ്ട് അനുശ്രീ ശ്രദ്ധിച്ചിരുന്നു. ഏട്ടൻ പറഞ്ഞതുപോലെ നിനക്ക് ഈയിടെ മാറ്റമുണ്ട്. ചിലപ്പോൾ തന്നെ നിന്ന് ചിരിക്കുന്നത് കാണാം, ചിലപ്പോൾ എന്തൊക്കെയോ ആലോചിക്കുന്നതും കാണാം. അതിനിടയിൽ ഞങ്ങൾ വിളിച്ചാൽ പോലും നീ കേൾക്കുന്നില്ല. അതിൻ്റെ കാരണമാ ചോദിച്ചേ, അല്ലേ ഏട്ടാ? എന്ന് പറഞ്ഞ് അനുശ്രീ അഭിക്ക് ചായ കൊണ്ടു കൊടുത്തു. അവൻ ചായ വാങ്ങി ഇടം കണ്ണിട്ട് അവരെ ഒന്ന് നോക്കി. ആവി പാറുന്ന ചായ അവൻ ഊതി ഊതി കുടിച്ചു. അനു, എനിക്കൊരു സംശയം. ഇവൻ വല്ല അബദ്ധത്തിൽ ചെന്ന് ചാടിയോന്ന്. അല്ല, കാലം വല്ലാത്തതല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ അവൻ ആനന്ദിനെ ഒന്ന് നോക്കി. ആനന്ദ് പറഞ്ഞത് ശരിവെച്ച് അനുശ്രീയും പറയാൻ തുടങ്ങി. അതെ, എനിക്കും സംശയമുണ്ട്. അഭി, സത്യം പറ, നീ എന്ത് ദുശീലമാ തുടങ്ങിയേ? മദ്യമോ അതോ മയക്കുമരുന്നോ? ചായ കുടിക്കുകയായിരുന്ന അഭിയുടെ നെറുകയിൽ ചുടു ചായ കുടുങ്ങി. അവൻ ആഞ്ഞു ചുമച്ചു. അഭി തൻ്റെ കയ്യിലിരുന്ന ചായ ടേബിളിൽ വെച്ചു. അവൻ അനുശ്രീയോട് പറയാൻ തുടങ്ങവേ ആനന്ദ് അത് തടഞ്ഞു. മോനെ അഭി, നിനക്കൊരു കുറവ് പോലും ഞങ്ങൾ വരുത്തിയിട്ടില്ല. പിന്നെ നീ എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഏട്ടാ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മോൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ട് ആനന്ദിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. ആനന്ദ് അവളെ തൻ്റെ വലം കൈകൾ കൊണ്ട് പൊതിഞ്ഞു. അനു, നീ കരയരുത്. നമ്മുടെ വിധി അങ്ങനെ കണ്ടാൽ മതി. അനുശ്രീയുടെ കരച്ചിലും ആനന്ദിൻ്റെ വാക്കുകളും അഭിയെ ആശ്ചര്യപ്പെടുത്തി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ല, നിങ്ങളോട് ഇതാരാ പറഞ്ഞേ? എന്താടാ, മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഞങ്ങൾക്കും കണ്ടാലും കേട്ടാലും മനസ്സിലാവും. ആനന്ദ് അനുശ്രീയെ പിടിവിടാതെ തൻ്റെ ഇടം കൈയിലെ ചൂണ്ടുവിരൽ അഭിക്ക് നേരെ ഉയർത്തി. അച്ഛാ,
അതിന് നിങ്ങൾ എന്ത് കണ്ടു എന്നാ പറയുന്നേ? ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടോ? അഭി ചോദിച്ചതും അനുശ്രീ ആനന്ദിൻ്റെ നെഞ്ചിൽ നിന്നും കുതറി മാറി. അഭിയുടെ നേരെ അവളുടെ ശബ്ദമുയർന്നു. മിണ്ടരുത് നീ. ഇതൊക്കെ ഉപയോഗിക്കുന്നവരിതാ ഇതുപോലെ ദേഷ്യപ്പെടും. അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും. അതൊക്കെ നിനക്കുമുണ്ട്. എന്താ ഇല്ലേ? പറയടാ. ശരി, സമ്മതിച്ചു. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റയ്ക്കിരുന്നൊന്ന് ചിരിച്ചാലോ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിരുന്നാലോ അവരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണോ? ആനന്ദ് അനുശ്രീയെ പിടിച്ചു മാറ്റി അഭിയുടെ മുന്നിൽ വന്ന് നിന്നു. പിന്നല്ലാതെ വേറെന്താ, ഭ്രാന്തോ? എടാ അഭി, നിനക്ക് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പിന്നെ കോളേജിലെ എന്തെങ്കിലും കാര്യം ഓർത്താൽ നീ ചിരിക്കുന്നെങ്കിൽ ഞങ്ങളോട് പറയാമല്ലോ. എന്നാൽ ഞങ്ങൾ ചോദിച്ചാൽ നീ ഒഴിഞ്ഞു മാറും. അതിനർത്ഥം ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തോ കാര്യമെന്നല്ലേ? എൻ്റെ അച്ഛാ, ഞാൻ ഇതൊന്നും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. അഭിയുടെ ദയനീയമായുള്ള നോട്ടത്തിൽ ആനന്ദിൻ്റെ കോപം ഒന്ന് ശമിച്ചിരുന്നു. ശരി, നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൻ്റെ കാരണം പറ. അത് പിന്നെ അച്ഛാ, എനിക്ക്... അഭിക്ക് എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ വാക്കുകൾ ഇടറി. എന്താടാ, നീ പറയുന്നില്ലേ? നിന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. കണ്ടോ ഏട്ടാ അവൻ നിന്ന് പരുങ്ങുന്നത്? അഭയെ പറയാൻ അനുവദിക്കാതെ അനുശ്രീ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഗത്യന്തരമില്ലാതെ അഭി തൻ്റെ മനസ്സിലൊളിപ്പിച്ചിരുന്ന രഹസ്യം അവരോട് പറഞ്ഞു. അയ്യോ, ഒന്ന് നിർത്ത്. എൻ്റെ അമ്മേ, എനിക്ക് അവന്തിക എന്ന പെൺകുട്ടി ഇഷ്ടമാണ്. അവളെപ്പറ്റിയാണ് ഞാൻ ഓർത്തതും ചിരിച്ചതും ഒക്കെ. മനസ്സിലായോ? അഭി പറഞ്ഞു തീർന്നതും അനുശ്രീയും ആനന്ദും പരസ്പരം നോക്കി. പെട്ടെന്ന് അവർ ചിരിക്കാനായി തുടങ്ങി. അവർ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അഭിക്ക് മനസ്സിലായില്ല. അവൻ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട ആനന്ദ് അഭിയുടെ തോളിൽ പിടിച്ചൊന്ന് ഉലച്ചുകൊണ്ട് പറഞ്ഞു. മോനെ അഭി, ഞങ്ങൾക്കിത് നേരത്തെ മനസ്സിലായി. നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ഇറക്കിയ ഒരു ചെറിയ നമ്പറായത്. ആനന്ദിൻ്റെ വാക്കുകൾ അവനെ ആശ്ചര്യപ്പെടുത്തി. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അഭിയുടെ സംശയം നിറഞ്ഞ കണ്ണുകളെ നോക്കി ആനന്ദ് പറഞ്ഞു. എടാ, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നേ. പണ്ട് നിന്റെ അമ്മയെ ഞാൻ പ്രേമിച്ചിരുന്ന ആ സമയത്ത് എനിക്കുണ്ടായ ആ ടെൻഷനും ആ ഉത്കണ്ഠയും ഒക്കെ നിന്നിലും എനിക്ക് കാണാൻ പറ്റി. അപ്പോഴേ ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. അഭിക്ക് ചെറിയൊരു നാണം വന്നിരുന്നു. അവൻ തൻ്റെ വലതു കൈവിരലുകൾ നെറ്റിയിലൊന്ന് തിരുമി. അവൻ്റെ ചമ്മിയ മുഖവും ചിരിയും ആനന്ദിനും അനുശ്രീക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ അവനെ കളിയാക്കി ചിരിച്ചു. മോനെ, ആ കുട്ടിയുടെ പേരെന്താ? ആ, അവന്തിക. നല്ല കുട്ടിയാണോടാ? അനുശ്രീ മെല്ലെ അഭിയുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അതെ അമ്മേ, അവന്തിക. അവൾ നല്ല കുട്ടിയാ. തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും അഭി ഫോൺ എടുത്തു. അവൻ തൻ്റെ ഫോണിലുള്ള അവന്തികയുടെ ഫോട്ടോ അവരെ കാണിച്ചു കൊടുത്തു. അവന്തികയുടെ ഫോട്ടോ കണ്ടതും അനുശ്രീയുടെ മുഖം സന്തോഷത്താൽ വിടർന്നിരുന്നു. നല്ല സുന്ദരി കുട്ടി. എൻ്റെ മോന് ചേരുന്ന പെണ്ണ. അനുശ്രീ അവൻ്റെ കവിളിലൊന്ന് നുള്ളി. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? ആനന്ദിൻ്റെ ചോദ്യം അഭിയെ സങ്കടത്തിലാഴ്ത്തി. അവൻ ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുത്തു. അഭി മെല്ലെ സോഫയിലിരുന്നു. അവിടാണ് പ്രശ്നം. അവൾ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അച്ഛാ. അഭിയുടെ സങ്കടം അവരെയും വിഷമിപ്പിച്ചു. ആനന്ദ മനശ്രീയും അവൻ്റെ ഇരുവശങ്ങളിലായി വന്നിരുന്നു. അത് സാരമില്ലടാ. ദാ, ഈ അനുവിനെ കൊണ്ട് ഇഷ്ടമാണെന്നൊന്ന് പറയിക്കാൻ എനിക്ക് 1 വർഷം എടുത്തു. അല്ലേടി? അഭി അനുശ്രീ ഒന്ന് നോക്കി. അവളും തലയാട്ടിക്കൊണ്ട് അത് ശരിവെച്ചിരുന്നു. അഭി, നിന്റെ പ്രണയം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ശക്തമായി നിനക്ക് ആ പ്രണയം തിരിച്ചു കിട്ടും. അതിന് കുറച്ച് അധികകാലം എടുത്തെന്ന് വരാം. പക്ഷേ നീ പരിശ്രമിക്കണം. നിന്റെ പ്രണയം അവളെ ബോധ്യപ്പെടുത്തണം. ഒരു നാൾ അവൾ നിന്റെ സ്വന്തമാകും. നിന്റെ അമ്മയെ ഞാൻ സ്വന്തമാക്കിയതുപോലെ. ആനന്ദ് അനുശ്രീയെ ഒന്ന് നോക്കി. ആനന്ദും അനുശ്രീയും പരസ്പരം നോക്കി ചിരിച്ചു. അഭിക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം തോന്നി. അഭി അവരെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. അഭി തൻ്റെ പ്രണയത്തെ ശക്തിപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവന് നിരാശയായിരുന്നു ഫലം. അഭി അവന്തികയുടെ കൂടെ ഈവനിംഗ് ബാച്ചിൽ മ്യൂസിക് സ്റ്റുഡിയോയിൽ ചേർന്നു. എന്നാൽ അവന്തിക സ്റ്റുഡിയോയിൽ വരാതെയായി. അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. താൻ കാരണമാണ് അവൾ സ്റ്റുഡിയോയിൽ വരാത്തതെന്ന് മനസ്സിലാക്കിയ അഭി പിന്നീട് ഈവനിംഗ് ബാച്ചിൽ പോയില്ല. അവൻ വീണ്ടും മോർണിംഗ് ബാച്ചിൽ ചേർന്നു. അത് മനസ്സിലാക്കിയ അവന്തിക തിരികെയും വന്നു.
അവൾ കാണാതെ പതിവായി ഈവനിംഗ് ബാച്ചിൽ അവന്തികയെ കാണാൻ അഭി എത്തിയിരുന്നു. ദൂരെ നിന്നും അവൻ അവളെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു.